കണ്ട സത്യമാണ്. സത്യമാണ്. അതാണ് എല്ലാവർക്കും അവരുടെ കണ്ണിൽ കാണുന്നതാണല്ലോ സത്യം എന്ന് പറയുന്നത്. ബാലുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ എഴുതി നിന്ന് പറയുന്നത് ചിലപ്പം ജീവന് അങ്ങനെ ഭയന്നിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒത്തിരി വധശ്രമങ്ങളൊക്കെ എനിക്ക് വയലിനിസ്റ്റായ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകള് കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീണ്ടും ബാലഭാസ്കർ, നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ, അതായത് മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തൽ കാര്യങ്ങൾ, ബാലഭാസ്കറിന്റെ സുഹൃത്തായിട്ടുള്ള കലാഭവൻ സോബിയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വെളിപ്പെടുത്തൽ കാര്യങ്ങൾ, അവരുടെ ഭാര്യക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ അവര് ഭയങ്കര മോശം രീതിയിലാണ് ഇപ്പൊ പെരുമാറുന്നത്, അവനോ മരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഭാര്യ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലിലൊക്കെ അദ്ദേഹം കുറെ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് വിവാദങ്ങളും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലഭാസ്കറിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുടെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ബാലുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ എഴുതി നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. എന്നുവെച്ചാൽ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെയോ കിട്ടി, നല്ലൊരു കുടുംബജീവിതമായിരുന്നു, ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അല്ലാതെ അവൻ എന്ന വ്യക്തി, അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല. അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കുടുംബം നഷ്ടപ്പെട്ടില്ലേ? ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബാലഭാസ്കറിന്റെ അമ്മ തന്നെയാണ് പറയുന്നത് ബാലുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കരമായ പരാജയമായിരുന്നു എന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന സമയത്ത് ആളുടെ ജീവിതം പരാജയമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും അല്ല. കാരണം ആളുടെ ഈ വയലിനിസ്റ്റ് ആണ് ആള്, നമുക്കറിയാം അത്രയും പ്രസിദ്ധനായ ഒരാളാണ്. ആളുടെ കഴിവുകളും കാര്യങ്ങളും അദ്ദേഹത്തിന് ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും അത് എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാനും ആ ഒരു പ്രസിദ്ധി ആണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവുകളാണെങ്കിലും ആൾക്കാർ അംഗീകരിക്കുകയും അതിലൊരു നേട്ടം ഉണ്ടാക്കാനും ആൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ കഴിവുകളാണെങ്കിലും ആളുടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനും കാര്യങ്ങളൊക്കെ ആൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഡെത്ത് എന്താ പറയുക ഇല്ലായിരുന്നുവെങ്കിൽ അതിനേക്കാൾ മുകളിൽ അദ്ദേഹം എത്തിയേനെ. അപ്പോൾ ഓൾറെഡി ആളുടെ കാര്യങ്ങളാണെങ്കിലും ആളുടെ ആ ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കഴിവുകൾ അതെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും ആള് എന്താ പറയുക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുടുംബജീവിതത്തിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു കുടുംബവും നല്ല രീതിയിലുള്ള പരാജയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാളായിട്ടാണ് ബാലഭാസ്കർ എന്നുള്ള ഒരാളെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആളുടെ അമ്മ പറയുന്നത് ആള് ഭയങ്കര പരാജയമാണ് ലൈഫിൽ എന്നാണ്. അപ്പൊ ആളുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത് നമുക്ക് അതൊന്നും കേട്ടുനോക്കാം. അപ്പൊ അവന്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട്. തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും. ഈ പറയുന്ന ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്ന ഇവളെ പരിചയപ്പെടുത്തി കൊടുത്ത കമലൻ ജോയി വരെ 8 വർഷം പിണക്കത്തിലായിരുന്നു. ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത്. ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പിണക്കത്തിലായിരുന്നു. ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല. എന്തു പറഞ്ഞ് പിന്നെയും കൂടി, എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരു അമ്മയുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ ഒരമ്മക്ക് തോന്നുന്ന സംശയങ്ങളായിരിക്കാം ഇവർ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ കുറ്റം പറയാന്ന് പറയുന്നത് എല്ലാവർക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇനിയിപ്പം പോട്ടെ, ഇങ്ങനെയുള്ള കുറച്ച് വലിയ പിണക്കങ്ങളാണെങ്കിലും അതൊക്കെ എന്താ പറയാ അവരൊക്കെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇഷാൻ ദേവ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പൊ ചെറിയ ഇങ്ങനെയുള്ള പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും പിന്നീട് ഓക്കെ ആയിട്ട് വരുന്നതും പിന്നീട് എന്തെങ്കിലും അവർക്ക് ഒരുമിച്ചൊരു പ്രൊജക്ട് ചെയ്യേണ്ട
സമയത്ത് അവർ ഒന്നിച്ചു കൂടുന്നതും പിന്നീട് ആ ഒരു പിണക്കങ്ങൾ മാറുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കേട്ടപ്പോൾ ഇവി ഒരു അമ്മയുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം, അമ്മയ്ക്ക് തോന്നിയ കുറച്ച് ഡൗട്ടുകൾ ആണ് അവർ പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക, ഫ്രണ്ട്സിന്റെ മുകളിലേക്ക് പഴിച്ചാരാനോ ഈ ഒരു ഇഷ്യൂവിന്റെ മുകളിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഒന്നും പറയാനോ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ബാക്കി കൂടി നമുക്ക് കേട്ടുനോക്കാം. അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക്. അവന്റെ കലാപ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവൾക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നിയില്ല. സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി, ആളെ ഇല്ലാതായി, സംഗീതമില്ലാതായി, കുടുംബത്തിലൊന്നും ഇല്ലാതായി. അവസാനം അവനും ഇല്ലാതായി, സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി. പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു. അവളും ഇപ്പം ഇല്ലാതായി. ഇതെല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, വർഷങ്ങളോളം നമുക്ക് മനപ്രയാസം ഉണ്ടാക്കിയ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയണം. അപ്പോൾ ഇത് ഭയങ്കര വികാരപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. നമുക്കറിയാം, അമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല. അതാണ് അവർ പറയുന്നത്. അപ്പം അവരുടെ മൊത്തത്തിലെടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ 2 മക്കൾക്കും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. അപ്പം നമ്മൾ പൊതുവെ ഉള്ളൊരു കാര്യമാണ്, അതായത് നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ട് നിൽക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ഉള്ള സമയത്ത് തന്നെ ചെറിയ മക്കൾ തന്നെ പെട്ടെന്ന് അവരുടെ കൺമുന്നിൽ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അങ്ങനെയുള്ള വിഷമങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അതിൽ മുകളിലായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു അമ്മയാണെങ്കിലും അവരുടെ അച്ഛനാണെങ്കിലും നിൽക്കുന്നത്. അപ്പം അവരുടെ കുറച്ച് വിഷമങ്ങളാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ അവർ നേരിട്ട ഈ നമ്മുടെ ബാലഭാസ്കറിന് പോയതിന് ശേഷം അവർക്ക് ഉണ്ടായ വിഷമങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അമ്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം നമുക്കറിയാം, ആ ഒരു അമ്മയുടെ പ്രതികരണമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. അപ്പൊ ഇതുകൂടാതെ നമ്മുടെ കലാഭവൻ സോബിയുടെ ഭാഗത്ത് നിന്നും കുറച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. ആള് പറയണ ചില കാര്യങ്ങളുണ്ട്, നമുക്കത് അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അപ്പം നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ശരിയല്ല, കണ്ട സത്യമാണ്. സത്യമാണ്, അതാണ് ശരി. എല്ലാവർക്കും അവരുടെ കണ്ണിൽ കാണുന്നതാണല്ലോ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സത്യത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് താങ്കളുടെ ഈ ഒരു 6 വർഷത്തെ യാത്ര എങ്ങനെയായിരുന്നു? അതായത് ഈ ജീവന് ഭയമില്ലായിരുന്നു? ജീവന് അങ്ങനെ ഭയന്നിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒത്തിരി വധശ്രമങ്ങളൊക്കെ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നിന്നപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് നിലവിൽ പോലീസ് സംരക്ഷണമുണ്ട്. പോലീസ് വിളിക്കുന്ന സ്ഥലത്തൊക്കെ കൂടെ വരും. നേരത്തെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ കലാഭവന്റെ സ്റ്റേജ് ഷോകൾക്കൊക്കെ പോകുമ്പോ അതിന് നമ്മൾ പറയുന്ന സ്ഥലത്തേക്കൊക്കെ അവർ തന്നെ ഉണ്ട്. ചില സ്ഥലത്ത് അവര് നമ്മളോട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. അവിടേക്ക് പോകണ്ടെന്ന് പറയണ്ട. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല. അപ്പൊ ആൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾക്ക് ഭയങ്കരമായിട്ടുള്ള വധശ്രമവും കാര്യങ്ങളൊക്കെ, വധഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നതിനെ തുടർന്നിട്ട് ആള് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്, കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഈ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം ആൾക്ക് അങ്ങനെ ഒരു വധഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അത്. പിന്നീട് അത് ഇവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർ എവിടെയാണോ വിളിക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും പോണ സമയത്ത് അവർക്ക് അത്യാവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ പോലീസുകാരും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, സോബിയാണ് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരാള്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകം ആണ് എന്ന് ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇത് ചെയ്ത ആൾക്കാരുടെ ഭാഗത്ത് നിന്നും ഇവർക്കെതിരെ വളരെ മോശം രീതിയിലുള്ള വധശ്രമം അല്ലെങ്കിൽ ഇവരെങ്ങനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും നടക്കും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആള് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കൂടി ഒന്ന് കേട്ടോക്കാം. അപ്പൊ ലുധിയാനയില് ഒരു ആവശ്യമായിട്ട് എനിക്ക് അവിടെ ചെറിയൊരു കാര്യങ്ങളുണ്ട്. പോയിട്ട് വരുന്ന സമയത്ത് വഡോദര ഹൈവേ എല്ലാവർക്കും അറിയാം, വലിയ കൊലപാതകമൊക്കെ നടന്നൊരു ഹൈവേ ആണ് വഡോദര എക്സ്പ്രസ് ഹൈവേ. ആ ഹൈവേ കഴിഞ്ഞ് ടോൾ കൊടുത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു നിന്നു, ഒരു ഫോർച്യൂണർ.
കാർ ഇങ്ങനെ വട്ടം ഇങ്ങനെ കയറി വന്നു ചെറിയ ഗ്യാപ്പിൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ വൈകുന്നേരം, വെട്ടമുണ്ട്. അപ്പൊ ടോളിൽ നിന്ന് ഒരു 20-30 മീറ്റർ ഗ്യാപ്പുള്ളൂ ഈ നിൽക്കണേ. അപ്പൊ അതിന്റെ ബാക്കിലെ ഗ്ലാസ് താഴ്ന്നു, ഒരു മുഖം മറിച്ച ഒരാൾ തല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു, തോക്കെടുക്കണം, ഒറ്റ ഷൂട്ട് എന്റെ കാറിന്റെ. അപ്പൊ നമ്മുടെ ജഗതി ചേട്ടൻ ഏതോ ഒരു സിനിമ പറഞ്ഞ കിട്ടു, പുകയും കെട്ടു വെടിയും കെട്ടു, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, സത്യത്തിൽ മനസ്സിലായില്ല. അപ്പത്തേക്ക് ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് ഈ വണ്ടി എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയി. ആ ഇറങ്ങി ഞാൻ നോക്കണ സമയത്ത് പുറകെ വന്ന ഒരു വണ്ടിക്കാരനെ ഡോറ് തുറന്നിട്ട് ബാക്കി ചവിട്ടി. ഞാൻ ശരിക്കും വീണു. എനിക്കിപ്പോ ഈ ബ്ലഡ് വൊമിറ്റ് ഒക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാറ് BMW ആയിരുന്നു, അതിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ കൊള്ളും. അത്രയും ഷാർപ്പായിട്ട് അതിന് കേസ് നടക്കണ്ട. അത് എന്നെ അതുകൊണ്ട് അന്വേഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നണം. ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ഇതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. കാരണം ആള് പറയുന്നുണ്ട് ആൾക്ക് ബുള്ളറ്റ് പ്രൂഫുള്ള വണ്ടി കിട്ടുക എന്ന് പറയുന്നത് അത് അത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള, അതിന് കുറേ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്രയും പൈസയും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ആയിട്ട് അത്രയും നിയമവശങ്ങളൊക്കെ പാലിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അതിന് പുറകിലുണ്ട്. അതൊക്കെ ചെയ്ത ശേഷമേ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു വണ്ടി, BMW എന്ന് പറയുന്നുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് വണ്ടി ഒരാൾക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ അത്രയും ഒരു സെലിബ്രിറ്റി ആയ എല്ലാവരും അത്രയും അറിയപ്പെടുന്ന അത്രയും വലിയൊരു ആളാണോ കലാഭവൻ സോബി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആളുടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും എനിക്ക് ആ ഒരു വിഷയത്തിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഉണ്ടാക്കി പറയുന്ന കഥയാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ എവിടെയോ അവിടെ എന്തൊക്കെയോ ഒരു ഇതില്ലേന്ന്. കാരണം ആളെ ഇനി കുറച്ച് കൈ നട്ട് പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ആള് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആണ് വണ്ടിയിലാണ് ആള് പോയത്, അതുകൊണ്ടാണ് തലനാരിലേക്ക്, അതായത് ആള് രക്ഷപ്പെട്ടതെന്നൊക്കെയാണ്. ആ ഒരു വിഷയത്തിലാണ് നമുക്ക് ആളുടെ അടുത്ത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ആള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കേട്ടേക്കാം. ബാക്കിയൊക്കെ നമുക്ക് കുഴപ്പമില്ല. കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി, അവര് വണ്ടിയിൽ നിന്ന് വന്നിട്ട് ചവിട്ടി എന്നൊക്കെ പറയണതൊക്കെ ഓക്കെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. അത് നമ്മൾ അന്ന് കംപ്ലൈന്റ് ഇമെയിൽ വഴി ചെയ്ത്, പിന്നെ നാട്ടിൽ പല പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ വാർത്ത വന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞ തിങ്കളാഴ്ച ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് 30 ദിവസത്തിനുള്ളിൽ എന്നെ ചിതയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞേക്കണേ. ഞാൻ ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി വിളിച്ചു. അപ്പൊ ഈ കോളൊക്കെ നമ്പറില്ലാണ്ട് വരുന്ന കോളുകളാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജയിക്കും, ഞാൻ മരിച്ചാലും ഇപ്പൊ ഈ കേസ് ജയിക്കും എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അരുതാത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് തെളിയിച്ചിട്ടേ ഇനി ജനം സമ്മതിക്കുള്ളൂ, അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ട് തന്നെ ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലെങ്കിലും ജനം ഈ കേസ് തെളിയിപ്പിക്കും. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ താങ്കളുടെ ഒരു അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാൻ മറ്റാരുമില്ലെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് എന്ന് വലിയ വാസ്തവം തന്നെയാണത്. കാരണം ഈ പറയുന്ന പോലെ ബാലഭാസ്കർ എന്നൊക്കെ പറയുന്നത് നേരിട്ട് ആർക്കും അറിയെങ്കിൽ പോലും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ബാലഭാസ്കർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ആൾക്കെതിരെ ഒരുപാട് വധശ്രമങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. വധശ്രമത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പം നാട്ടിൽ പോയ സമയത്താണെങ്കിലും ആള് വളരെ മോശം രീതിയിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അത് ഫേക്ക് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വിളിക്കുന്നൊക്കെ ഉണ്ടാവുക. അപ്പം ഈ ഒരു വിഷയത്തിൽ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പം ഈ കലാഭവൻ സോബിക്ക് ഈ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അഥവാ നാളെ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിക്കുകയാണെങ്കിൽ പോലും ആൾക്കാർ, സാധാരണക്കാരായ ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ സാധാരണക്കാർക്ക് ഓരോരുത്തർക്കും അത്രയും എന്താ പറയാ, ഇത് തെളിയിക്കണം, ഇത് തെളിഞ്ഞു വരണം എന്നുള്ളൊരു എന്താ പറയാ മനോഭാവം ഉണ്ട്. കാരണം എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ട്. കാരണം അത്രയും അധികം ആ ഒരു മനുഷ്യനെ എല്ലാവരും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് പിന്നിലൊരു കാര്യം. കാരണം അത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് അങ്ങനെ ഒരു സംഭവമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരുപാട് ദുരൂഹതകൾ വരുന്നു, കാര്യങ്ങൾ വരുന്നു, കൊലപാതകം കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വെളിപ്പെടുത്തലുകളായിട്ടാണ് കലാഭവൻ സോബി ഇതുവരെയും വന്നിട്ടുള്ളത്. അതിൽ അന്നും ഇന്നും ആൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ആൾക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തായാലും ബാലഭാസ്കറിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്ന് ഇതിന് വ്യക്തമായിട്ടുള്ള എന്താണ് നടന്നത് എന്നും ഇതിന്റെ കൊലപാതകമാണെങ്കിൽ അതിൽ ആരാണിത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരണം. അതെന്തായാലും നിർബന്ധമാണ്. ഇത് സാധാരണക്കാരായ ഓരോ
ഓരോരുത്തരുടെയും ഒരു ആവശ്യം പോലെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇത് കാണുന്നത്. എല്ലാവരും അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്, ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്താണ്, എന്തിനാണ് അത് ചെയ്തത്, അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.